ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എൻ വാസു ഇന്ന് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകും. SIT റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. കടകംപള്ളി സുരേന്ദ്രനെയും അടൂർ പ്രകാശിനെയും ചോദ്യം ചെയ്ത വിവരങ്ങൾ കോടതിയെ SIT അറിയിക്കും. സ്വാഭാവിക ജാമ്യം തേടി എൻ വാസവും ഇന്ന് അപേക്ഷ നൽകും. തന്ത്രിയുടെ ജാമ്യ ഹർജിയിലും ഇന്ന് വാദം നടക്കും. ഡാനി പോൾ വിവരങ്ങളുമായി ചേരുക. ഡാനി, ഈ സ്വാഭാവിക ജാമ്യം നിരവധി പ്രതികൾക്ക് ലഭിച്ച ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതേ പഴുതുപയോഗിച്ചാണ് എൻ വാസു ഇന്ന് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നേരത്തെയുള്ള പ്രസിഡന്റ് നോക്കിയാൽ ജാമ്യം കിട്ടാൻ തന്നെയാണ് സാധ്യത. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത, ഇതില് ശബരിമല സ്വർണ്ണക്കടത്തുമായി കവർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നാണ് കുറ്റപത്രം സമർപ്പിക്കാത്തതിന്റെ ഒരു സാങ്കത്യത്തിൽ നിന്നുകൊണ്ടാണ് പലരും തന്നെ ഈ ജാമ്യം നേടി പുറത്തു വരുന്നത്. ഇത് തന്നെയാണ് ഇപ്പോൾ ഈ വാസു സമർപ്പിക്കുന്ന ജാമ്യാപേക്ഷയുടെ കാര്യത്തിലുമെല്ലാം തന്നെ സംഭവിക്കാൻ പോകുന്നത്. ജയിലിലായി 90 ദിവസം കഴിഞ്ഞ സാഹചര്യത്തിലാണ് സ്വാഭാവിക ജാമ്യം തേടി എൻ വാസു കോടതിയെ സമീപിച്ചത്. അതോടൊപ്പം തന്നെ തന്ത്രി കണ്ഠരര് രാജുവിന്റെ ജാമ്യ ഹർജിയിലും അടക്കം ഇന്ന് വാദം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനം കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നു എന്നത് സംബന്ധിയായ കാര്യങ്ങളാണ്. എന്തായാലും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണം കൂടിയാണ്. അതുകൊണ്ട് ഹൈക്കോടതിയുടെ കൂടി അത്തരം കാര്യങ്ങളിൽ ഇന്നിപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുന്നതിനടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണ സംഘം കോടതിയുടെ അനുമതി തേടും എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ VST നടത്തിയ പരിശോധന, രണ്ടാം പരിശോധനയുടെ ഫോറൻസിക് ഫലം ഹൈക്കോടതിയിൽ സമർപ്പിക്കുക എന്നതാണ്. നേരത്തെ പുറത്തു വന്നതുപോലെ പറഞ്ഞതിൽ കൂടുതൽ, അതായത് പ്രതികൾ സമ്മതിച്ചതിൽ കൂടുതൽ അളവിൽ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതാണ് പരിശോധനാ ഫലത്തിൽ സൂചിപ്പിക്കുന്നത്. ഇത് സംബന്ധിച്ചൊരു വ്യക്തത, കൃത്യമായൊരു കണക്കുകൾ ഹൈക്കോടതിയിൽ ഇന്ന് അന്വേഷണ സംഘം സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് വരുന്നത്. രണ്ടാം ഫോറൻസിക് പരിശോധനയുടെ ഒരു അന്തിമ ഫലം ആണ് ഇത്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ടാണ് അന്വേഷണ സംഘം കോടതിക്ക് കൈമാറുന്നത്. ഇതിൽ സൂചിപ്പിക്കുന്നത് കട്ടിളപ്പാളി, ദ്വാരപാലക, ശില്പപാളികൾ എന്നിവയെല്ലാം തന്നെ ഉരുക്കി മാറ്റി അതിൽ നിന്നാണ് സ്വർണം എടുത്തിരുന്നത്. അതിൽ 989 ഗ്രാം സ്വർണം ലഭിച്ചിരുന്നുവെന്നും അതില് 575 ഗ്രാം സ്വർണം തിരികെ പൂശിയെന്നുമാണ് ഈ പ്രതികൾ സമ്മതിച്ചിരിക്കുന്നത്. ഈ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി, അതോടൊപ്പം തന്നെ പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നിവരെല്ലാം തന്നെ മൊഴിയിലും ഇത്തരം കാര്യങ്ങളാണ് സൂചിപ്പിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ ഈ ബാക്കി വന്ന സ്വർണം, അതായത് പൂശാൻ ബാക്കിയുള്ള സ്വർണം, അതിന് ആനുപാതികമായുള്ള ഒരു തുക ബോർഡിന് നൽകി എന്നെല്ലാമാണ് ഇവരുടെ ഒരു വാദങ്ങളായിട്ട് വന്നിരിക്കുന്നത്. പക്ഷെ അതിൽ എത്രത്തോളം സത്യമുണ്ട്, കാര്യങ്ങളുണ്ട് എന്നതെല്ലാം തന്നെ വിശദമായ റിപ്പോർട്ടായിരിക്കും സമർപ്പിക്കുക. കാരണം VCയുടെ ഈ റിപ്പോർട്ടിൽ കൃത്യമായ രീതിയിൽ തന്നെ സ്വർണത്തിന്റെ അളവ് പറയുന്നുണ്ട്. അത് ഈ പറഞ്ഞതിനേക്കാളും കൂടുതൽ അളവിലുള്ള സ്വർണം ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്, ഇരട്ടി സ്വർണം ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇതിൽ ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ കോടതിയുടെയും പരാമർശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ കുറ്റപത്രം സമർപ്പിക്കുന്നതടക്കമുള്ള സാഹചര്യങ്ങൾ, ഒപ്പം ഈ പ്രതികൾക്ക് തുടർച്ചയായ ഓരോ പ്രതികൾക്കും ജാമ്യം കിട്ടി പുറത്തു വരുന്ന സാഹചര്യങ്ങൾ, ഇതെല്ലാം തന്നെ കോടതിയുടെ നിരീക്ഷണത്തിലേക്കെല്ലാം തന്നെ വരും. ഏതായാലും ഇത്തരം കാര്യങ്ങളിൽ വളരെ നിർണായകമായ തീരുമാനവും ഇടപെടലും ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. രഞ്ജിത്ത്, ഡാനിയും ഒപ്പം ഈ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോടതി റിപ്പോർട്ടുകൾ പരിഗണിച്ചപ്പോൾ ഉന്നതരിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം പോകുന്നില്ല എന്നുള്ള ആശങ്കയൊക്കെ പ്രകടിപ്പിച്ചിരുന്നു. കൃത്യമായ പ്രതികളിലേക്ക് പോകും എന്ന് പറഞ്ഞപ്പോൾ പോലും ഇന്നിപ്പോൾ നമുക്കറിയാം, ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുൻപാണ് കടകംപള്ളി സുരേന്ദ്രനെയും അടൂർ പ്രകാശിനെയും ചോദ്യം ചെയ്തത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പോറ്റിയുമായുള്ള ബന്ധമൊക്കെ അടക്കം ചോദിച്ചു മനസ്സിലാക്കുകയാണ്. ഇവരൊക്കെ ഉന്നതരാണ്, കടകംപള്ളി മുൻ ദേവസ്വം മന്ത്രിയാണ്. ഇത്തരം വിവരങ്ങൾ കൂടി കോടതിയെ അറിയിക്കുക എന്നൊരു പ്രക്രിയ കൂടി ഉണ്ടാവുമല്ലോ സ്വാഭാവികമായും. തീർച്ചയായും. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ചോദ്യം ചെയ്യലിന്റെ വിശദാംശങ്ങൾ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. കാരണം ഇത് രാഷ്ട്രീയ നേതൃത്വങ്ങളിലേക്ക്, ഉന്നത നേതൃത്വങ്ങളിലേക്ക് അടക്കം നീങ്ങുന്നു. പലരെയും തന്നെ ചോദ്യം ചെയ്യുന്നു. ഇതിന്റെ വിശദാംശങ്ങൾ കോടതിക്ക് നൽകേണ്ടതുണ്ട്. ഇന്ന് കഴിഞ്ഞ ദിവസം നടത്തിയ അടൂർ പ്രകാശിന്റെ ചോദ്യം ചെയ്യലുകൾ പിന്നീട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി ചോദ്യം ചെയ്യാനുള്ളവരെ നിര നീളുകയും ചെയ്യും. കാരണം ഒരാളെ ചോദ്യം ചെയ്യുമ്പോൾ മറ്റു പല വിവരങ്ങൾ കൂടി ലഭിക്കുന്നു, അവരിലേക്ക് കൂടി അന്വേഷണം പോകുന്നു. അങ്ങനെ വിശദമായ രീതിയിലേക്കടക്കം കാര്യങ്ങൾ പോകുന്നുണ്ട്. മാത്രവുമല്ല,
ഇതൊരു വലിയ രാഷ്ട്രീയ വിഷയമായിട്ട് കോൺഗ്രസും CPM തമ്മിലുള്ള ഒരു പോർമുഖം ഇക്കാര്യങ്ങളിൽ തുറന്നിട്ടുമുണ്ട്. അപ്പോൾ ഇതിൽ ഈ വാദപ്രതിവാദങ്ങൾക്കപ്പുറം, ഇതിന്റെ ആരോപണ പ്രത്യാരോപണങ്ങൾക്കപ്പുറം ഇതിന്റെ വസ്തുത എന്താണ്, അന്വേഷണ സംഘം എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യലിൽ കണ്ടെത്തിയിട്ടുള്ളത്, ഉന്നത നേതൃത്വത്തിലേക്കടക്കം അന്വേഷണം പോകാത്തത് എന്തുകൊണ്ടെന്ന് കോടതി ഒരിക്കൽ റിപ്പോർട്ട് പരിഗണിക്കപ്പെടുമ്പോൾ തന്നെ വളരെ നേരത്തെ തന്നെ അത് ചോദിച്ചതുമാണ്. കാരണം ഇതിൽ കൂടുതൽ ആളുകളുണ്ട്, ഇതിൽ ഈ പറഞ്ഞതൊന്നുമല്ല, ഇതിനപ്പുറത്തേക്ക് അന്വേഷണ സംഘം സഞ്ചരിക്കേണ്ടതുണ്ട് എന്നതടക്കം വ്യക്തമായ രീതിയിൽ തന്നെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അങ്ങനെ കോടതി കണ്ടെത്തിയ കാര്യങ്ങളിലേക്ക് അടുത്തു നിൽക്കാനായിട്ട് അന്വേഷണ സംഘത്തിന് സാധിക്കുന്നുണ്ടോ, അന്വേഷണ സംഘം ആ രീതിയിലേക്ക് പോകുന്നുണ്ടോ, അതോ പല ആരോപണങ്ങളും ഉയരുന്നത് പോലെ ഈ രാഷ്ട്രീയ നേതാക്കളുടെ അല്ലെങ്കിൽ സർക്കാരിന്റെ തന്നെ ഒരു നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമാണ് ഇത് മുന്നോട്ട് പോകുന്നത്, SITക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഈ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ചാണോ ചോദ്യം ചെയ്യലടക്കം നടത്തിയിരിക്കുന്നത്, അങ്ങനെയുള്ള ആക്ഷേപങ്ങൾ വലിയ രീതിയിൽ തന്നെ ഉയരുന്നുണ്ട്. കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ചും അത്തരം ആക്ഷേപങ്ങൾ SITക്കെതിരെയും ഉയരുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലുള്ള കോടതിയുടെ നിരീക്ഷണം എന്താണ്? ഈ അന്വേഷണ റിപ്പോർട്ട് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയായിരിക്കും കോടതി അതിൽ എങ്ങനെയാണ് SITയെ തന്നെ വിലയിരുത്തുക, ഇനി അവർക്കെതിരെയും ആ പരാമർശങ്ങൾ ഉണ്ടാകും. കാരണം രൂക്ഷമായ ഭാഷയിൽ SIT അടക്കം തന്നെ വിമർശിക്കുന്ന സാഹചര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഇന്ന് ഈ റിപ്പോർട്ട് വരുമ്പോൾ കോടതിയുടെ ഒരു ഇടപെടൽ, കോടതി ഏത് രീതിയിൽ അതിനെ വിലയിരുത്തുന്നു എന്നത് തന്നെയായിരിക്കും ഇന്നത്തെ ഈ ദിവസം അന്വേഷണത്തെ നിയന്ത്രിക്കുക. രഞ്ജിത്ത്. ശരി, ഡാനി വിവരങ്ങൾ പങ്കുവച്ചു. നമുക്കറിയാം തന്ത്രി കണ്ഠരര് രാജീവര് അദ്ദേഹം അറസ്റ്റിലായതിനു ശേഷം ജാമ്യം ലഭിക്കാത്ത പശ്ചാത്തലമാണ്, ജയിലിൽ തുടരുകയാണ്. രാജീവരുടെ ജാമ്യ ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വിശദമായ വാദം കേൾക്കുന്നുണ്ട്. ഇരു ജാമ്യ ഹർജികളിലും വാദം കേൾക്കുന്ന കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.